ഇപ്പോൾ എന്തായാലും GCC രാജ്യങ്ങൾ എന്തായാലും തിരിച്ചടിക്കാൻ, ഇതിനെ പ്രതിരോധിക്കാൻ അവകാശമുണ്ട് എന്ന് പറയുമ്പോഴും ഈ സമാധാന ചർച്ചയിലേക്ക്, സമാധാനത്തിന് വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ളൊരു നീക്കം ഒമാന്റെ ഭാഗത്തു നിന്നോ മറ്റ് GCC രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നോ ഉണ്ടാകുന്നുണ്ടോ? ഈ രണ്ട് രാജ്യങ്ങളും, ഒമാനും അതോടൊപ്പം തന്നെ ഖത്തറും, ഈ രണ്ട് രാജ്യങ്ങളാണ് ഇറാനും അമേരിക്കയ്ക്കും ഇടയിൽ വളരെ ശക്തമായിട്ടുള്ള ചില സമവായ നീക്കങ്ങൾ നേരത്തെ തന്നെ ആരംഭിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് ആണവ കരാർ രൂപപ്പെടുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് മസ്കത്തിൽ ചർച്ച നടക്കുന്നു. പിന്നീട് ജനീവയിലേക്ക് ആ ചർച്ച മാറ്റുന്നു. രണ്ട് ഘട്ടങ്ങളിലായിട്ട് ജനീവയിൽ ചർച്ച നടന്നു. തുടർന്ന് വിയന്നയിൽ ചർച്ച നടത്താൻ തീരുമാനിച്ചു. സാങ്കേതിക ചർച്ച മുന്നോട്ട് പോകുന്നതിൽ ഒരു പുരോഗതി ദൃശ്യമായ ഒരു ഘട്ടത്തിലാണ് തികച്ചും ഏകപക്ഷീയമായിട്ടുള്ളൊരു ആക്രമണം ഇറാനുമേൽ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഒരുക്കുന്നത്. അതുമാത്രമല്ല, ഇറാനിലെ പരമോന്നത ആത്മീയ നേതാവ് ആയത്തുല്ല അലി ഖാംനെയി, പ്രതിരോധ മന്ത്രി, അതോടൊപ്പം തന്നെ നിരവധി കമാൻഡർമാർ എന്നിവരെ ഒരുമിച്ച് ഒരു ആക്രമണത്തിൽ കൊലപ്പെടുത്തിയോടുകൂടി ഈ യുദ്ധം ആരംഭിക്കുകയായിരുന്നു. ഇനി നേരത്തെയൊക്കെയും ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ യുദ്ധം ആരംഭിക്കാം, പക്ഷെ അത് അവസാനിപ്പിക്കുന്നത് എങ്ങനെ വേണമെന്ന്, അതിന്റെ വ്യാപ്തി എങ്ങനെയായിരിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്ന് നേരത്തെ തന്നെ ഇറാൻ വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ ഫലത്തിൽ അതാണ് സംഭവിക്കുന്നത്. കാരണം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ യുദ്ധ ലക്ഷ്യം, അല്ലെങ്കിൽ ആയത്തുല്ല അലി ഖാംനെയിയുടെ വധമാണ് അവർ ലക്ഷ്യമിട്ടതെങ്കിൽ അത് നിറവേറി എന്നൊക്കെ അവർക്ക് പറയാൻ പറ്റും. പക്ഷെ അതിലപ്പുറത്തേക്കുള്ളൊരു മാനമാണ് ഇപ്പോൾ യുദ്ധത്തിന് കൈവന്നിരിക്കുന്നത്. ഇപ്പോൾ അല്പം മുമ്പ് വന്ന റിപ്പോർട്ടുകൾ പ്രകാരം മിസൈൽ ആക്രമണത്തിൽ സിറിയയിൽ 4 പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. അപ്പോൾ അത് കൂടുതൽ രാജ്യങ്ങളിലേക്ക് കൂടി ഇത് പടരുന്നതിന്റെ സൂചനയാണ്. അതോടൊപ്പം തന്നെ ബഗ്ദാദിലെ എംബസിക്ക് നേരെ ആക്രമണം നടന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. കാരണം ഇറാഖിൽ തന്നെ നിരവധി ഷിയ മിലീഷ്യ വിഭാഗങ്ങളുണ്ട്. ആയത്തുല്ല അലി ഖാംനെയുടെ വധത്തിൽ അവർ വലിയ നടുക്കം രേഖപ്പെടുത്തിയിരുന്നു. ഇന്നലെ പകൽ ബഗ്ദാദ് നഗരത്തിലും മറ്റും വലിയ തോതിലുള്ള പ്രക്ഷോഭ പരിപാടികൾ നടന്നിരുന്നു. അതിന്റെ തുടർച്ച എന്ന നിലയ്ക്കായിരിക്കണം ഇറാഖിലും ഇപ്പോൾ ആക്രമണം നടന്നതായ റിപ്പോർട്ടുകളാണ് ഈ അവസാന നിമിഷത്തിൽ വരുന്നത്. ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേലിന്റെ തിരിച്ചടി തുടരുന്നു. അപ്പോൾ കൂടുതൽ തലങ്ങളിലേക്ക് ഇത് കാര്യങ്ങൾ കൈമാറുകയാണ്. ഇപ്പോൾ ചെങ്കടലിലെ സൂയസ് ഏരിയ ഒക്കെ വളരെ സുരക്ഷിതമായ അവസ്ഥയായിരുന്നു. പക്ഷെ അതിലൂടെയുള്ള ഒരു കപ്പൽ ഗതാഗതത്തെയും കാര്യങ്ങൾ വലിയ തോതിൽ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ഒരു സാഹചര്യം വന്നിരിക്കുന്നു. അതുകൊണ്ടാണ് അന്താരാഷ്ട്ര ഷിപ്പിംഗ് കമ്പനികൾ പലതും തങ്ങളുടെ ഓർഡറുകൾ ക്യാൻസൽ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് കൈമാറുകയാണ്. അപ്പോൾ സാമ്പത്തിക രംഗത്തേക്ക്, അതോടൊപ്പം തന്നെ സുരക്ഷാ രംഗത്തേക്ക്, അതോടൊപ്പം തന്നെ നയതന്ത്ര രാഷ്ട്രീയ മേഖലയിലേക്കൊക്കെ ഈ ആക്രമണം അതിന്റെ പ്രതിഫലനം കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. അത് സ്വാഭാവികമായിട്ടും ഈ മേഖലയിൽ ജീവിക്കുന്ന ആളുകളുടെ, അല്ലെങ്കിൽ മറ്റ് ഈ അടുത്ത പ്രദേശങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യരിലേക്കൊക്കെ, അവരുടെ ദൈനംദിന ജീവിതത്തിലേക്ക് പോലും ഈ യുദ്ധം വളരെ പ്രതികൂലമായിട്ടുള്ള ഒരു സാഹചര്യം രൂപപ്പെടുത്തുന്നു എന്നതിന്റെ കൃത്യമായിട്ടുള്ള സൂചനകളാണ് ഈ സാമ്പത്തിക. കാരണം എണ്ണയുടെ വില തന്നെ നോക്കുക, ഇപ്പോൾ $68 ഒരു അവസ്ഥയിലായിരുന്നു 3 ദിവസം വരെ എണ്ണവില ഉണ്ടായിരുന്നത്. ആ $68 ഇപ്പോൾ $81 വീപ്പക്ക് വില കൂടിയിരിക്കുന്നത്. അപ്പോൾ വലിയ ഗണ്യമായിട്ടുള്ള ഒരു വർധനവാണ്. ഇനിയും അത് ഒരുപക്ഷെ $100 അപ്പുറത്തേക്ക് എണ്ണവില കുതിക്കാനുള്ള ഒരു സാഹചര്യമാണ് സാമ്പത്തിക വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. അപ്പോൾ ഈ എണ്ണവില കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ത്യ ഉൾപ്പെടെയുള്ള ഇറക്കുമതി രാജ്യങ്ങളെ, കാരണം ഇത് ഗൾഫ് രാജ്യമാണ്, ഇന്ത്യയെ ഇത് ബാധിക്കില്ല എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ $100 മുകളിലുള്ള എണ്ണവില അത്തരമൊരു ഘട്ടത്തിലേക്ക് വരികയാണെങ്കിൽ ഇറക്കുമതി രാജ്യങ്ങളായിട്ടുള്ള ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ സാമ്പത്തികമായി തന്നെ അതിന്റെ നട്ടലൊടിക്കും. അപ്പൊ അതുകൊണ്ട് ഇവിടെ ജീവിക്കുന്ന ലക്ഷക്കണക്കിന് പ്രവാസികളുടെ മാത്രം അവരുടെ ഉപജീവനമോ അവരുടെ ഭാവിയുമായി ബന്ധപ്പെട്ട പ്രശ്നം മാത്രമല്ല, ഇറാന് നേരെ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ മേഖലയിലെ യുദ്ധം ഒരുപക്ഷെ നമ്മളുടെ കണക്കുകൂട്ടലുകൾക്ക് അപ്പുറത്തുള്ള വിനാശകരമായിട്ടുള്ള ഒരു കെടുതിയിലേക്ക് മാറും. അതുകൊണ്ട് പല രാജ്യങ്ങൾക്കും ഈ പ്രശ്നം തീർക്കാനുള്ള ഒരു ഉത്തരവാദിത്തമുണ്ട്. പക്ഷേ നിർഭാഗ്യരെന്ന് പറയട്ടെ, ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന് ആ അർത്ഥത്തിലുള്ള ഒരു മൂർത്തമായിട്ടുള്ള പ്രതികരണങ്ങൾ പല രാജ്യങ്ങളും നടത്തുന്നുണ്ട്. സംഘർഷം അവസാനിപ്പിക്കണം, ലഘൂകരിക്കണം, ചർച്ചയിലേക്ക് വരണം, സംയമനം പാലിക്കണം എന്ന പതിവ് വാചകങ്ങൾക്കപ്പുറത്തേക്ക് ഇത് ആരെങ്കിലും ഒരു മുൻകൈ എടുത്തുകൊണ്ട് ഈ രാജ്യങ്ങൾക്കിടയിലുള്ള ഒരു സമാധാനത്തിന് വേണ്ടിയുള്ള യാഥാർത്ഥ്യബോധത്തോടു കൂടിയുള്ള ഒരു നീക്കം ഉണ്ടാകുന്നില്ല എന്നത് നിർഭാഗ്യകരം തന്നെയാണ്. ഇപ്പൊ ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇറാനെതിരെ അവർക്ക് ശക്തമായിട്ടുള്ള വിയോജിപ്പുണ്ട്, അതൊക്കെ അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. എങ്കിലും ഒരു കൂടുതൽ ഒരു കടുത്ത രീതിയിലേക്ക് അത് പോകുന്നില്ല. പരമാവധി ഒരു സംയമനത്തിലേക്ക് ഈ രാജ്യങ്ങളെ കൊണ്ടുവരാനുള്ള നീക്കമാണ് ഒമാനും ഖത്തറും ഒക്കെ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന. ആ നീക്കത്തിന് UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പൂർണ്ണ പിന്തുണയും നൽകുന്നുണ്ട്. അപ്പൊ രമ്യമായിട്ടുള്ള ഒരു പ്രശ്ന പരിഹാരം ആഗ്രഹിക്കുന്നത് ഗൾഫ് രാജ്യങ്ങൾക്കപ്പുറത്ത് മറ്റ് പല രാജ്യങ്ങളും, യൂറോപ്യൻ വരെ യുദ്ധം നീളുമെന്ന് ട്രംപ് പറയുമ്പോഴും ഇതിങ്ങനെ തുടർന്ന്
പോകുന്നത് എന്തായാലും ശരിയല്ല. ഇതിനൊരു അവസാനം വേണ്ടതുണ്ട്. അതിനുവേണ്ട നടപടികൾ ഉണ്ടാവേണ്ടതുണ്ട്.